എല്ലാവർക്കും നമസ്കാരം. ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സൂര്യലക്ഷ്മി. ഈ വീഡിയോയിൽ ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരുടെ കൃതിയായ മാതൃപഞ്ചകം അർത്ഥസഹിതമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതിനു മുമ്പാകെ കുറേ കാലമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്, അമ്മ വയസ്സായി കഴിയുമ്പോൾ അമ്മയെ കൊണ്ട് ഇനി ഒരു ആവശ്യവുമില്ല എന്ന് തോന്നുമ്പോൾ അമ്മയെ റോഡിലോ അമ്പലനടയിലോ ഉപേക്ഷിച്ചു കളയുന്ന ഒരു കാര്യം. മക്കൾ എത്ര വയസ്സായാലും അമ്മയുടെ രക്ഷിതാവാകാൻ പറ്റില്ലെന്ന് ഓരോരുത്തരും ഓർക്കണം. ചില മക്കൾ പറയുന്ന കാര്യമാണ്, ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും കുഞ്ഞിനെ വളർത്തുന്നതും പ്രകൃതി നിയമമാണെന്ന്, നിങ്ങൾ മാത്രമല്ല ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്നും പറയുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് അമ്മയെ തള്ളിപ്പറയുകയും വർഷങ്ങളോളം അമ്മയോട് സംസാരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന മക്കൾ നമുക്കിടയിലുണ്ട്. വയസ്സായ അമ്മ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ പണമില്ലാതെ വരുമ്പോൾ ചിലവിന് കിട്ടാൻ കോടതിയെ സമീപിക്കേണ്ട ഒരവസ്ഥ. അമ്മയ്ക്ക് അനുകൂലമായ വിധി വന്നാലും അത് പാലിക്കാതിരിക്കാൻ ഗവേഷണം നടത്തുന്ന മക്കളുമുണ്ട്. മക്കളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയതിന് കണക്ക് സൂക്ഷിക്കാതെ അമ്മ വയസ്സാകുമ്പോൾ അമ്മയെ നോക്കാൻ കണക്ക് പറയുന്ന മക്കൾ ധാരാളമുണ്ട്. അമ്മയോടുള്ള കടപ്പാട് പണം കൊടുത്ത് തീർക്കാൻ പറ്റാത്തതാണെന്ന് ഓരോ മക്കളും മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള മക്കൾക്ക് അമ്മയുടെ മഹത്വം അറിയിക്കുവാൻ വേണ്ടി കൂടിയായിരിക്കും ജഗദ്ഗുരു ഈ കൃതി രചിച്ചത്. എല്ലാ പ്രായക്കാർക്കും വേണ്ടിയുള്ള കൃതിയാണ്, എല്ലാവരും കേൾക്കണം. 8-ാം വയസ്സിൽ സന്യസിച്ച് ദേശം വിട്ട ശങ്കരൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയം ഒന്ന് സ്മരിച്ചാൽ മതി, ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിക്കൊള്ളാം. അന്ത്യവേളയിൽ അമ്മ മകനെ സ്മരിച്ചു. ശങ്കരൻ ഉടനെ എത്തുകയും ചെയ്തു. മഹാതപസ്വിയായ മകന്റെ സന്നിധിയിൽ വെച്ച് ആ പുണ്യവതിയായ മാതാവ് ശരീരം വെടിഞ്ഞു. അമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കവേ ആ പുത്രൻ 5 ശ്ലോകങ്ങൾ ചൊല്ലി. അതാണ് മാതൃപഞ്ചകം. ശ്രീ ശങ്കരൻ അമ്മയെ സ്മരിക്കുന്നത് ഇങ്ങനെ: ആസ്താം താവധിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യധാം നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച്ച സാംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയ തസ്യൈ ജനന്യൈ നമഃ. പ്രസവവേളയിൽ എൻ്റെ അമ്മ അനുഭവിച്ച ശൂലം കുത്തിയിറക്കും പോലുള്ള വേദന ആർക്ക് വിവരിക്കാനാവും? ഞാൻ ഗർഭത്തിലായിരിക്കെ ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചി കുറഞ്ഞ് ഛർദിച്ചും വിഷമിച്ചും തള്ളി നീക്കിയ ദിവസങ്ങൾ. ജനനശേഷം 1 വർഷത്തോളം മലമൂത്രാദികളിൽ കിടന്ന് മലിനമാകുന്ന കുഞ്ഞിനെ പരിചരിക്കാനുള്ള കഷ്ടപ്പാട്, ഉറക്കമൊഴിഞ്ഞുള്ള പരിചരണം, പട്ടിണി കിടന്നും കുഞ്ഞിനെ പോറ്റുന്ന അമ്മ, ഇതിനൊക്കെ ഉപരി എന്നെ 10 മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് പരിപാലിച്ച ആ ഭാരം, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏത് മകനാണ് ആ കടം തീർക്കാൻ കഴിയുക? അമ്മേ, ഒരു മകൻ എത്ര വലിയവനായാലും അവിടുത്തോടുള്ള കണക്കു തീർക്കാൻ സാധ്യമല്ല. അതിനാൽ അവിടുത്തെ ഞാൻ നമിക്കുന്നു. ഗുരുകുലമുപസൃത്യ സ്വപ്നകാലേ തു ദൃഷ്ട്വാ യതി സമുചിതവേഷം പ്രാരുതോ മാം ത്വമുച്ചൈ ഗുരുകുലമഥ സർവം പ്രാരുദത്തേ സമക്ഷം സപതി ചരണയോത്സേ മാതരസ്തു പ്രണാമ. ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ ഞാൻ സന്യസിച്ചതായി സ്വപ്നം കണ്ട് അതിരാവിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മ ഇപ്പോഴും എൻ്റെ സ്മൃതി പഥത്തിലുണ്ട്. നീ എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മയെ കണ്ട് സഹപാഠികളും എൻ്റെ ഗുരുജനങ്ങളും കൂടി കരഞ്ഞുപോയി. അമ്മേ, ആ സ്നേഹത്തിനു മുന്നിൽ
നമസ്കരിക്കാൻ മാത്രമേ ഈ മകന് കഴിയൂ. ന ദത്തം മാദസ്തേ മരണസമയേ തോയമപി വാ സ്വധാവാനോദേയ മരണദിവസേ ശ്രാദ്ധവിധിനാ ന ജപ്തോ മാദസ്തേ മരണസമയേ താരകമനു അകാലഃ സംപ്രാപ്തേ മയി കുരുദയാം മാധുരതുലാം. അമ്മേ, അവിടുന്ന് ശരീരം വെടിയുന്ന വേളയിൽ ഒരു തുള്ളി ഗംഗാജലം ചുണ്ടുകളിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സന്യാസിയായതിനാൽ ശ്രാദ്ധമൂട്ടാനും എനിക്കാവില്ല. മരണസമയത്ത് രാമ, അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതായിരുന്ന ഈ മകനോട് ദയവ് ചെയ്ത് പൊറുക്കണമേ. മുക്താം മണിസ്ത്വം നയനം മമേതി രാജേതി ജീവേതി ചിരം സുത ത്വം ഇത്യുക്തവത്യാത്സവ വാജിമാതാ ദദാമ്യഹം തണ്ഡുലമേശ ശുഷ്കം. നീ എൻ്റെ മുത്തല്ലേ, രത്നമല്ലേ, കണ്ണിൻ്റെ കണ്ണല്ലേ, എൻ്റെ രാജാവല്ലേ, ദീർഘായുസായിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ കുട്ടിക്കാലത്ത് ലാളിച്ചു. ആ അമ്മയുടെ വായിൽ ഉണക്കലരി ഇടാൻ മാത്രമല്ലേ എനിക്ക് കഴിയുള്ളൂ. അംബേതി താദേതി ശിവേതി തസ്മിൻ പ്രസൂതി കാലേ യദവോച്ച ഉച്ചൈ കൃഷ്ണേതി ഗോവിന്ദ ഹരേ മുകുന്ദേത്യഹോ ജനന്യേ രചിതോയമഞ്ജലി. പ്രസവവേദന സഹിക്കവയ്യാതെ അമ്മ, അച്ഛ, ശിവ, കൃഷ്ണ, ഗോവിന്ദ, ഹരേ മുകുന്ദ എന്നിങ്ങനെ തിരുനാമം ചൊല്ലി അമ്മ വേദന സഹിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. അമ്മേ, അവിടുത്തെ സന്നിധിയിൽ ഞാനിതാ കൂപ്പുകൈയോടെ വന്ദിക്കാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിയുന്നില്ലല്ലോ. എല്ലാ മക്കളും ഓർക്കുക, അമ്മ ആരാണ്. നമസ്കാരം.